അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബ്രെഡും പഴവും വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറുത് കഷ്ണങ്ങളാക്കിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതൊന്ന് ബ്രെഡ് ക്രംസ് പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ 4 ബ്രെഡും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഈ ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ സെയിം ജാറിൽ തന്നെ 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിന് 3 മുട്ടയാണ് ആവശ്യമുള്ളത്. ആ 3 മുട്ടയൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഷുഗറാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര മധുരമാണ് ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഞാൻ ഈ ബ്രെഡ് ക്രംസ് ഇട്ട ബൗളാണിത്. ഇതിൽ നിന്ന് ബ്രെഡ് ക്രംസ് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്കാണ് ഞാൻ ഈ കൂട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 പഴം എടുത്ത് വെച്ചിട്ടുള്ളതിന് ആദ്യം അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കസ്റ്റാർഡിന് അരിയുന്നത് പോലെയാണ് എറിഞ്ഞിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കുക. ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണിത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇല്ലേ അത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ബ്രെഡ് ക്രംസും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ബ്രെഡ് ക്രംസും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മുട്ടയുടെ മിക്സിൻ്റെ കൂട്ടില്ലേ അതിൽ മുങ്ങിക്കിടക്കണം കേട്ടോ അത്. ഇനി നമുക്കൊരു കടായി സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ കൂട്ടുണ്ടല്ലോ കേക്കിൻ്റെ ഈ കൂട്ട് അത് അതിക്കടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ചെറിയ തീയിലാണ് ഇത് ഇടേണ്ടത് കേട്ടോ. തീ കൂടി പോകാനേ പറ്റില്ല, പെട്ടെന്ന് കരിഞ്ഞ് പോകും. ബ്രെഡാണ്, അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് മൂടിയിട്ട് ഒരു 7 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അത്രയും മതി, അതും ചെറിയ തീയിൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ശരിയായി കിട്ടും. ഇപ്പോൾ നമ്മൾ സൈഡൊക്കെ ലെവലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കാം. വേണ്ടോ, ഇതുപോലെയാണ് വരേണ്ടത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ. അപ്പോഴേ കാണാനൊരു ഭംഗിയും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് ഭാഗം നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. ഉണ്ടോ, നല്ല അടിപൊളി കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല സോഫ്റ്റാണ്. ബ്രെഡും പഴമൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. മക്കൾക്കൊക്കെ ഇഷ്ടമാകും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ കേക്കാണ്. ചൂട് പോയിട്ടാണ് ശരിക്കും ഇത് കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് കാണിച്ചതാണ്. എല്ലാവരും ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. താങ്ക് യു.